അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പീരിയോഡിക് മോഷനെ കുറിച്ചാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വേവ് മോഷനെ കുറിച്ചാണ്. ആദ്യം എന്താണ് വേവ് എന്ന് നമ്മൾ പറയണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേവിന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ല് എറിയാണ് എന്ന് കരുതുക. വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയാണ്. വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായിരിക്കും? വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാവും, അല്ലേ? വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാവും, തരംഗങ്ങൾ ഉണ്ടാവും, വേവ്സ് ഉണ്ടാവും. അതാണ് വേവ് എന്ന് പറയുന്നത്. വേവ് എന്ന് പറയുന്നതിന്റെ മലയാളം തരംഗം എന്നുള്ളതാണ്. എന്താണ് വേവ് എന്ന് പറഞ്ഞാൽ? തരംഗം. നമുക്കറിയാവുന്ന ഒരു വേർഡാണത്, അല്ലെ? എന്താണ് അപ്പോൾ വേവ് മോഷൻ എന്ന് പറയുന്നത്? ഇവിടത്തെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഈ എക്സാമ്പിളിൽ എന്താ സംഭവിച്ചത്? ഈ എക്സാമ്പിളിൽ നമ്മൾ ഇതൊരു മീഡിയമാണ്, ഒരു മാധ്യമം, ഒരു മീഡിയമാണിത്. ആ മീഡിയം എന്ന് പറയുന്നത് എയർ ആവാം, വാട്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് സർഫസ് ആവാം, എന്തും ആവാം. ഓക്കെ. അപ്പോ ആ മീഡിയത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ മീഡിയത്തിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. ആ മീഡിയത്തിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. ഡിസ്റ്റർബൻസ്. ആ ഡിസ്റ്റർബൻസ് അതുണ്ടായ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. അത് മീഡിയത്തിന്റെ മറ്റു പോയിന്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. മീഡിയത്തിന്റെ മറ്റു പോയിന്റുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും ഈ ഡിസ്റ്റർബൻസ്. ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് എന്താണ്? എനർജി തന്നെയാണ്. മനസ്സിലായോ? അപ്പോ മീഡിയത്തില് എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്, വേവ് മോഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫറിങ് ഓഫ് എ ഡിസ്റ്റർബൻസ്. ഒരു ഡിസ്റ്റർബൻസിന്റെ ട്രാൻസ്ഫറിങ് ആണത്. ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട്. മീഡിയത്തിന്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിങ് ത്രൂ ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എങ്ങനെയാണ് ഇവിടെ ഈ ഡിസ്റ്റർബൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? അത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനിലൂടെയാണ്. മനസ്സിലായോ? അതായത് ഇവിടെ പാർട്ടിക്കിൾസ് ഈ എനർജിയും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവല്ല ചെയ്യുന്നത്. ആ പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷനിൽ തന്നെ നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് ഈ പറഞ്ഞ ഡിസ്റ്റർബൻസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് വേവ് മോഷൻ. വേവ് മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് ഓഫ് എ ഡിസ്റ്റർബൻസ് ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് ത്രൂ ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇവിടെ പാർട്ടിക്കിള് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ആവുന്നില്ല. പാർട്ടിക്കിളിന് ഏത് തരം മോഷൻ മാത്രമേ ഉള്ളൂ? പാർട്ടിക്കിളിന് വൈബ്രേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. അതായത് അതിന്റെ മീൻ പൊസിഷനെ ബേസ് ചെയ്തിട്ട്, പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ അതിനുണ്ടാവുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി രണ്ട് തരം വേവ്സ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്ന വേവ് ഉണ്ട്. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ ടേബിൾ കാണിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയുമാണ്. ട്രാൻസ്വേഴ്സ് വേവിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഡയറക്ഷൻ ഓഫ് വേവ്. വേവിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. വേവ് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്നാണ് പറഞ്ഞത്. അതായത് അത് ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേവിന്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? ഈ ഡയറക്ഷനിലാണ് വേവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു പാർട്ടിക്കിള് ആണ് ഈ കാണിച്ചിട്ടുള്ള ഒരു ഡോട്ട്. ഇതാണ് പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അത് നേരെ മേലേക്കും നേരെ താഴേക്കുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഡയറക്ഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. ഡയറക്ഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരം വൈബ്രേഷൻസിനെ, ഇത്തരം വേവ്സിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ ആണ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗറിൽ നോക്കൂ,
ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ. ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവിനെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ക്രസ്റ്റുകളും ട്രഫുകളും ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ഇവിടെ ക്രസ്റ്റുകളും ട്രഫുകളും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വേവ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് ഒരു പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിളിന് എനർജി കിട്ടുമ്പോൾ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അത് മേലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. എന്നിട്ട് ആ എനർജിയെ തൊട്ടടുത്ത പാർട്ടിക്കിളിലേക്ക് അത് കൈമാറുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ വീണ്ടും തിരിച്ച് അതിന്റെ മീൻ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. ഓക്കെ, ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളിന് എന്താ സംഭവിക്കുക? ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇതാ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇതാ ഈ പൊസിഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ഇവിടെ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇത് ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഈ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. ഈ പാർട്ടിക്കിൾ ഈ പൊസിഷനിലായിരിക്കും. ഇവിടെയുള്ള പാർട്ടിക്കിൾ ഈ പൊസിഷനിലായിരിക്കും. ഇത് ഈ പൊസിഷനിലായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് വേവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ പാർട്ടിക്കിൾസിനെ അല്ല ഇവിടെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പാർട്ടിക്കിൾസ് എനർജി കൈവരിക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന പൊസിഷനുകളാണ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മളൊരു വേവ് ആയിട്ട് കാണുന്നത്. അപ്പൊ അവിടെ നമുക്ക് ക്രസ്റ്റുകളും ട്രഫുകളും ഉണ്ടാവും. ക്രസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? മീൻ പൊസിഷന്റെ മേലെയുള്ള ഭാഗമാണ് ക്രസ്റ്റ്. കണ്ടോ, ഇതാണ് ക്രസ്റ്റ്. ട്രഫ് എന്ന് പറയുന്നതോ മീൻ പൊസിഷന്റെ, ഒരു പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷന്റെ താഴെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പ്രഷർ വേരിയേഷൻ ഇല്ല എന്നുള്ളത്. ഇവിടെ പാർട്ടിക്കിൾസ് ഒക്കെ ഒരേ പ്രഷറിലായിരിക്കും. ഇവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി എന്തൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്ന്? നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് ഒരു കല്ലിടുന്ന കേസ് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന വേവുകൾ, അതാണ് വാട്ടർ വേവ്സ് എന്നുകൊണ്ട് എഴുതിയിട്ടുള്ളത്. വാട്ടർ വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലൈറ്റ്, മൈക്രോവേവ്സ്, ഇതൊക്കെ ട്രാൻസ്വേഴ്സ് വേവിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ലൈറ്റ്, മൈക്രോവേവ്സ് എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. നമുക്കത് ലൈറ്റ് മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. മൈക്രോവേവ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, ഇതൊന്നും നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വേവുകളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നോക്കാം നമുക്ക്. ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് വേവ്. മനസ്സിലായോ? ഡയറക്ഷൻ ഓഫ് വേവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേവിന്റെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദാ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതാ ഈ ബ്ലാക്ക് ഡോട്ട് ആണ്. എങ്ങനെയാണ് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്? വൈബ്രേഷൻ ദാ നേരെ ഇടത്തോട്ടും നേരെ വലത്തോട്ടുമാണ്. അതായത് ഈ ഡയറക്ഷൻ ഓഫ് വേവിന് പാരലൽ അല്ലേ ഇവിടുത്തെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ? അത്തരം വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുക. അതായത് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ വേവിന്റെ ഡയറക്ഷന് പാരലൽ ആവുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻ, ഇടത്തോട്ട് വലത്തോട്ട് എന്ന് പറയുന്ന പോലെ. ഇവിടെ നമുക്കൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. അതിനെ ആർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ഭാഗം കാണുന്നുണ്ട്, അതിനെ സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആറ് നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്, വീണ്ടും സി വരുന്നുണ്ട്. ഇതാ ഈ കാണുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻസും റെയർഫാക്ഷൻസും എന്ന് വിളിക്കുക. എന്തൊക്കെയാണ്? സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് കംപ്രഷൻസ്, ക്യാപിറ്റൽ ആർ എന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് റെയർഫാക്ഷൻസ്. ഈ കംപ്രഷൻസും റെയർഫാക്ഷൻസും എന്ന് പറയുന്നത് പാർട്ടിക്കിളുകൾ വളരെ അടുത്ത് നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും റീജിയനുകളും പാർട്ടിക്കിളുകൾ വിട്ടു നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന റീജിയനുകളുമാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടായിരിക്കും. കംപ്രഷൻസിൽ പ്രഷർ കൂടുതലായിരിക്കും. റെയർഫാക്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ പ്രഷറിന്റെ അളവ് കുറവായിരിക്കും. അതായത് ഇവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുക? ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് നല്ലൊരു എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. സൗണ്ട് എയറിലൂടെയും വെള്ളത്തിലൂടെയും ഒരു മെറ്റലിലൂടെയും സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലൂടെയൊക്കെ പാസ് ചെയ്യും.
സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ രൂപത്തിലാണ് സൗണ്ട് വേവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് സീസ്മിക് വേവ് ആണ്. സീസ്മിക് വേവ് എന്ന് പറയുന്നത് എർത്ത്ക്വേക്ക് വേവ്സ് ആണ്. അതായത് ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത്, എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് ഭൂകമ്പമാണ്. ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന വേവിനെയാണ് നമ്മൾ സീസ്മിക് വേവ് എന്ന് വിളിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് സീസ്മിക് വേവ്. അപ്പൊ നമ്മൾ രണ്ട് തരം വേവുകളാണ് ഇവിടെ പഠിച്ചത്, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് നമ്മൾ SHMന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടേംസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് ആണ്. ഒരു വേവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ്, വേവിനെ ഡിഫൈൻ ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ലാംഡ എന്ന ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേവ് ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് വേവ് ലെങ്ത് നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ വരച്ച് കാണിക്കാം. ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവിനെയാണ് ഇവിടെ വരക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണത്. ട്രാൻസ്വേഴ്സ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ ഡയറക്ഷനിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം നമുക്ക്. ട്രാൻസ്വേഴ്സ് വേവിന് മീൻ പൊസിഷന്റെ മേലെ ക്രസ്റ്റുകളും ട്രഫുകളും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതല്ലേ. ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളിനെ നോക്കാം നമുക്ക്. ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്കിൾ ഇതാ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതിന് അല്ലെ. ആ പാർട്ടിക്കിൾ ഇതാ ഇവിടെയാണ്. ഇതേ സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വേറെ ഏത് പാർട്ടിക്കിൾ ആണുള്ളത്? ഇതേ സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അടുത്ത പാർട്ടിക്കിൾ വരുന്നത് ഇതാ ഇവിടെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതായത് ഒരേ സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഒരേ സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പറയാലോ, രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാലോ. ഇത് രണ്ടും ക്രസ്റ്റുകളല്ലേ, അപ്പൊ രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്നും പറയാം അല്ലെ. അല്ലെങ്കിലോ രണ്ട് ട്രഫുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് ട്രഫുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ശരിയാണ്. അപ്പൊ വേവ് ലെങ്ത്തിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക നോക്കാം. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ്സ് ഓർ ട്രഫ്സ്. എളുപ്പത്തിൽ നമുക്ക് അങ്ങനെയാ പറയാൻ പറ്റുക. രണ്ട് ക്രസ്റ്റുകളുടെയോ രണ്ട് ട്രഫുകളുടെയോ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് ഹാവിംഗ് സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. രണ്ട് പാർട്ടിക്കിൾസ്, എന്താണ് ആ രണ്ട് പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത? ഒരേ സ്റ്റേറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസ്, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ആണ് നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാൻ പറ്റുക. എന്തായിരിക്കും വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ്? വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വേവ് ലെങ്ത് എന്നാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കണ്ട, അതിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അതൊരു ലെങ്ത് അല്ലേ, ഒരു ഡിസ്റ്റൻസ് ആണത് അല്ലെ. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. സ്മോൾ m ആണ് നമ്മൾ അതിന് സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതായി വരച്ച് കാണിച്ചിട്ടുള്ളതാണ് വേവ് ലെങ്ത്തിന്റെ നല്ലൊരു ഫിഗർ. രണ്ട് ക്രസ്റ്റുകൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ. രണ്ട് ക്രസ്റ്റുകൾ ഉണ്ട്. രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇതാണ് വേവ് ലെങ്ത്. ഓക്കെ, നമുക്ക് അടുത്ത ടേം നോക്കാം. അടുത്ത ടേം ആണ് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി, അതിനെ നമ്മൾ v എന്ന ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വേവ് വെലോസിറ്റി എളുപ്പമാണ്. സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ. യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. ഇവിടെ വേവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ വേവിന്റെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. മനസ്സിലായോ?
അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമുക്ക് വേവ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റുക. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ. യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് വെലോസിറ്റി എന്ന് പറയാം. അടുത്തത് വീണ്ടും ഫ്രീക്വൻസി ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ് ഈ ഫ്രീക്വൻസി. എന്തായിരുന്നു ഫ്രീക്വൻസി എന്ന് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഫ്രീക്വൻസി എന്തായിരുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. വളരെ എളുപ്പമാണ്. SHM എങ്ങനെയാണോ നമ്മൾ ഫ്രീക്വൻസി പഠിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ നമ്മൾ ഓസിലേഷൻ എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ വേവ്സ് എന്ന് പറഞ്ഞു അല്ലെ. നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള വേവ്സിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ടി എന്നത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണിത്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് പീരീഡ് ആണെങ്കിൽ, പീരീഡ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F = 1/T എന്ന് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് ഹെഡ്സ് തന്നെയാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. സിമ്പിൾ ഇടുമ്പോൾ ക്യാപിറ്റൽ H സ്മോൾ z. ഓക്കെ. അടുത്തതായിട്ട് വരുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ട്രാൻസ്വേഴ്സ് വേവ് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവിനെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക. ഇതാണല്ലോ മീൻ പൊസിഷൻ. ഇതാണ് മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ എങ്ങനെയാണ് ആ മീൻ പൊസിഷനെ ബേസ് ചെയ്ത്, ഏത് പൊസിഷനെ ബേസ് ചെയ്തിട്ടാണോ അത് മേലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് വിളിക്കുക. ഇതാണത്. ഈ മീൻ പൊസിഷനിലുള്ള ഒരു പാർട്ടിക്കിളിനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. കണ്ടോ? ഇത് എ എന്ന് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ഈ പാർട്ടിക്കിളിന്റെ പ്രത്യേകത? ഇത് ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഇവിടെയാണെങ്കിലോ? ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമുക്ക് എ എന്ന് അടയാളപ്പെടുത്താൻ പറ്റുക. അതാണ് ആംപ്ലിറ്റ്യൂഡ്. SHM കേസിൽ നമ്മൾ കണ്ടതാണ്. SHM കേസിൽ എന്തായിരുന്നു? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വേവിന്റെ കേസിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മീൻ പൊസിഷൻ. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നല്ല പറയുന്നത്, ഇവിടെ നമ്മൾ മീൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മീൻ പൊസിഷൻ, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെയും യൂണിറ്റ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടതാണ് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ തന്നെയാണ്. സിമ്പിൾ ഇടുമ്പോ സ്മോൾ m. ഓക്കെ. നല്ല രീതിയിൽ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ്. ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ മീൻ പൊസിഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് മീൻ പൊസിഷന്. ആ മീൻ പൊസിഷനിൽ നിന്ന് ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരു 3 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ഒരു 3 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് റിലേഷൻ ബിറ്റ്വീൻ VF ആൻഡ് ലാംഡ. VF ആൻഡ് ലാംഡ, വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഇതാണ് ഈ 3 എണ്ണം. വെലോസിറ്റിയുടെയും ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം അറിയേണ്ടത് വേവ് ലാംഡ എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം ക്യാപിറ്റൽ T എന്ന ടൈം പീരീഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് T എന്നത് എന്താണ്? T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടത്തെ കേസിൽ എന്താണ് വരിക? വേവിന്റെ കേസിൽ ടൈം എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ എഴുതാം. വേവിന്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ എന്നുള്ളതാണ് അല്ലെ. ടൈം ടേക്കൺ ഫോർ
1 കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു പാർട്ടിക്കിള് കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഇവിടെ പീരീഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് വേവ് ലാംഡ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ പോയിന്റ്. വേവ് ട്രാവൽസ് ലാംഡ ഡിസ്റ്റൻസ് ഡ്യൂറിങ് ടൈം ടി. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ടി എന്ന് പറയുന്നതാണ് പീരീഡ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഇത് നമ്മൾ വേവ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് എഴുതിയതാണ്. വേവ് വെലോസിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് എഴുതിയതാണ്. എന്താണ് വേവ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ? അതെന്ന് പറയുന്നത് യൂണിറ്റ് സെക്കൻഡിൽ, യൂണിറ്റ് ടൈമിൽ വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിച്ചത്, അല്ലെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, അതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? വി ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എത്രയാണ്? ലാംഡ ഡിസ്റ്റൻസ് ആണ്. എത്ര സമയം കൊണ്ടാണ് ലാംഡ ഡിസ്റ്റൻസ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന സമയം കൊണ്ടാണ് ലാംഡ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. 1/t ഈസ് ഈക്വൽ ടു എഫ് ആണ്. 1/t എന്ന് പറഞ്ഞാൽ അത് എഫ് ആണ്. പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് 1/t എന്നത് എഫ് ആണ്. അപ്പോൾ നമുക്ക് ആ 1/t എന്നുള്ളതിന് പകരം എന്തെഴുതാം? ഇതുപോലെ എഴുതാം. 1/t എന്നുള്ളതിന് പകരം നമ്മൾ എഫ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ പറയാൻ പോകുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, അതായത് വെലോസിറ്റി ഓഫ് വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ ആണോ? ഇത് ഒരു ഡെറിവേഷനും കൂടിയാണ്. ആകെ 3 വരിയേ ഉള്ളൂ. ഈ 3 വരി ഡെറിവേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്താണ് ഈ ഫ്രീ വൈബ്രേഷൻ? ഞാൻ ആദ്യം പറഞ്ഞുതരാം എന്താണ് ഫ്രീ വൈബ്രേഷൻ എന്നുള്ളത്. ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ? സ്കൂളുകളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റിന്റെ മേലെ അതിന്റെ ഒരു ഫ്രീക്വൻസി എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 512 ഹെഡ്സ് എന്നൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതിന്റെ മേലെ. ഈ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മളൊരു ഒന്ന് അടിച്ചു വിടുകയാണെങ്കിൽ, ആ ട്യൂണിംഗ് ഫോർക്കിന്റെ മേലെ നമ്മളൊന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് എക്സൈറ്റഡ് ആവും. ആ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഒരു മൂളുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഈ സൗണ്ട്? പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനെയാണ് നമ്മൾ സൗണ്ട് ആയിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോ ഒരു മീഡിയം അതിന് നിർബന്ധമാണ്. സൗണ്ടിന് വരാൻ ഒരു മീഡിയം നിർബന്ധമാണ്. സൗണ്ട് ഒരു മീഡിയത്തിലൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അത് എയർ ആവാം, വാട്ടർ ആവാം, സോളിഡ് ആവാം. അതിലൂടെയൊക്കെ നമ്മുടെ സൗണ്ട് പാസ് ചെയ്യാറുണ്ട്. അപ്പൊ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പാർട്ടിക്കിൾ അവിടെ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സൗണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്, അവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. അതായത് എല്ലാ വൈബ്രേഷനും ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിനും അതിന്റെ സ്വന്തമായ ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഏതൊരു മെറ്റീരിയൽ നമ്മൾ എടുത്താലും അതിന് സ്വന്തമായ ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അത് പല മെറ്റീരിയലിനും വേറെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോ
ഒരു ഒബ്ജക്റ്റ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. എനി വൈബ്രേഷൻ നാച്ചുറൽ ടു എ ബോഡി, ഒരു ബോഡി ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇതാണ് ഡെഫിനിഷൻ. എനി വൈബ്രേഷൻ നാച്ചുറൽ ടു എ ബോഡി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നാച്ചുറൽ ടു എ ബോഡി ഈസ് കാൾഡ് ഫ്രീ വൈബ്രേഷൻ. ഡ്യൂറിങ് ഫ്രീ വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷനിലായിരിക്കുമ്പോൾ ബോഡി എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? ദ ബോഡി വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ബോഡി വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ബോഡി അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ. വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് സ്ട്രക്ക്, ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഒന്ന് അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് കുട്ടികൾ വരുത്താറുള്ള ഒരു തെറ്റുണ്ട്. അത് ഫോഴ്സ് കൊടുത്തിട്ടുള്ള വൈബ്രേഷൻ ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. തെറ്റാണ്. അങ്ങനെയല്ല ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷനും ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കണ്ട ഈ ട്യൂണിംഗ് ഫോർക്ക്, ഈ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലേ? ആ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഫ്രീ വൈബ്രേഷൻ ആണ്. അത് നമുക്കറിയാലോ, അറിയാം. അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ ഒരു ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചു. ഒരു ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചു. എന്താ സംഭവിക്കുക? ആ ടേബിളിൽ നിന്ന് നമുക്കൊരു സൗണ്ട് കേൾക്കും, അല്ലേ? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊരു ബോഡിയുടെ മേലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു സൗണ്ട് കേൾക്കും. എങ്ങനെയാണ് ആ സൗണ്ട് ഉണ്ടായത്? എങ്ങനെയാണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? സൗണ്ട് എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ തന്നെയാണ്. എങ്ങനെയാണ് അവിടെ വൈബ്രേഷൻ ഉണ്ടായത്? അത് ഈ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇവിടെ വൈബ്രേഷൻ ഉണ്ടായത്. അങ്ങനെയുള്ള വൈബ്രേഷനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതാണ് വൈബ്രേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ വൈബ്രേറ്റിംഗ് ബോഡി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ വൈബ്രേറ്റിംഗ് ബോഡി. വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ഇൻഫ്ലുവൻസ് കാരണം, സ്വാധീനം കാരണം മറ്റൊരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, എന്താണ് എക്സാമ്പിൾ? എക്സാമ്പിൾ ഇതാ നമ്മൾ ഈ കണ്ടത് തന്നെയാണ്. വെൻ ദ സ്റ്റെം ഓഫ് എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. സ്റ്റെം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പിടിക്കുന്ന ഭാഗം, ഇതിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെം ഓഫ് എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. ഒരു ടേബിളിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിനെ വെച്ചാൽ ദ ടേബിൾ ബിഗിൻസ് ടു വൈബ്രേറ്റ് ഇൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോർക്ക്. അപ്പോൾ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ ടേബിളിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? അത് ആ ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. കാരണം ആ ഫോർക്കാണ്, ആ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർക്കാണ് ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ടേബിളിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ആ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അടുത്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസോണൻസ്, ഈ പറഞ്ഞതൊക്കെ ഓരോ 2 മാർക്കിന് വീതം എക്സാമിന് ഉണ്ടാവാറുണ്ട്. അതായത് മൊത്തം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസോണൻസ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഇനി റെസോണൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ജനലിന്റെ ചില്ല് പൊട്ടിപ്പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് തണ്ടറിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ജനലിന്റെ ചില്ല് ചിലപ്പോൾ പൊട്ടിപ്പോവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനൽ ചില്ല് പൊട്ടിപ്പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ റെസോണൻസ് കാരണമാണ്. റെസോണൻസ് എന്താണ്? റെസോണൻസ് എന്നുള്ളത് പറയാം. തണ്ടറിങ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇടിനാദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ സൗണ്ടാണ്, അല്ലെ? സൗണ്ട് വേവ് ആണ് ഇടി, തണ്ടർ എന്ന് പറയുന്നത്. ഈ സൗണ്ട് വേവിന് മറ്റൊരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ സൗണ്ട് വേവ് വന്നിട്ട് എന്താ ചെയ്യുക? നമ്മുടെ ഈ ജനലിന്റെ ചില്ലിനെ, വിൻഡോയുടെ ഗ്ലാസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും.
ഇപ്പൊ വിൻഡോയുടെ ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കുമല്ലോ. ഈ വരുന്ന സൗണ്ടിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. എപ്പോഴാണോ ഈ രണ്ട് ഫ്രീക്വൻസികൾ, ഈ നാച്ചുറൽ ഫ്രീക്വൻസികൾ ഈക്വൽ ആയി വരുന്നത്, അപ്പോ അവിടെ റെസോണൻസ് സംഭവിക്കും. When the natural frequency of a vibrating body becomes equal to the natural frequency of the influencing body, ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സൗണ്ട് ആണ്, റെസോണൻസ് ഹാപ്പൻസ്. എന്താണ് റെസോണൻസ് എന്ന് പറഞ്ഞാൽ? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യിക്കുന്ന ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയാൽ അവിടെ റെസോണൻസ് സംഭവിക്കും. റെസോണൻസ് സംഭവിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പൊ പിന്നെ ബോഡി ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും ബോഡി. എന്താണ് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതായത് ഇങ്ങനെയായിരുന്നു അതിന്റെ വൈബ്രേഷൻ എങ്കിൽ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയി മാറും അതിന്റെ വൈബ്രേഷൻ. ഇതാണ് ഹൈ ആംപ്ലിറ്റ്യൂഡിലെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റെസോണൻസ്. വെൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി ബിക്കംസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഇൻഫ്ലുവൻസിങ് ബോഡി. സ്വാധീനിക്കുന്ന ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയാൽ റെസോണൻസ് ഹാപ്പൻസ്. അപ്പോഴാണ് റെസോണൻസ് ഉണ്ടാവുക. ബോഡി വിൽ വൈബ്രേറ്റ് വിത്ത് വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് റെസോണൻസ്. അന്നേരം ബോഡി വളരെ വലിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വിൻഡോസ് ബ്രേക്ക് ഡ്യൂറിങ് തണ്ടറിങ് എന്നുള്ളതാണ്. ഇടിവെട്ടുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ജനൽ ചില്ലകൾ പൊട്ടിപ്പോകുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് എഴുതിയിട്ടുള്ളത്. ഗ്ലാസ് ഓഫ് ദ വിൻഡോ അണ്ടർഗോസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സൗണ്ട് ഓഫ് ദ തണ്ടർ. ഇതാണ് പറഞ്ഞത്. ഇടിനാദം അതാണ് സൗണ്ട് ഓഫ് ദ തണ്ടർ എന്ന് പറഞ്ഞത്. ഇടിയുടെ ശബ്ദം കാരണം നമ്മുടെ വിൻഡോയുടെ ഗ്ലാസ് ഫോഴ്സ്ഡ് വൈബ്രേഷന് വിധേയമാവും. അതാണ് ഇതിന്റെ അർത്ഥം. വെൻ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ഗ്ലാസ് ബിക്കംസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് തണ്ടർ. ആ രണ്ട് ഫ്രീക്വൻസികളും തമ്മിൽ അങ്ങ് ഈക്വൽ ആവുമ്പോൾ, അതായത് രണ്ട് വൈബ്രേഷൻസ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും തണ്ടറിന്റെ ഫ്രീക്വൻസിയും കൂടി ഈക്വൽ ആവുന്ന സമയത്ത് റെസോണൻസ് ഉണ്ടാവും. റെസോണൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഗ്ലാസ് വൈബ്രേറ്റ് ഇൻ എ വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് റെസോണൻസ്. റെസോണൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ അല്ലെങ്കിൽ വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അത് ഗ്ലാസ് പൊട്ടിപ്പോകുന്നതിന് കാരണമാവും. ഇറ്റ് ബ്രേക്സ് ദ ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. ഇതാണ് അപ്പൊ റെസോണൻസ്. വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ എളുപ്പമാണ്. വെൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി ബിക്കംസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഇൻഫ്ലുവൻസിംഗ് ബോഡി, റെസോണൻസ് ഹാപ്പൻസ്. എന്താണ് റെസോണൻസിൽ സംഭവിക്കുക? ബോഡി വിൽ വൈബ്രേറ്റ് വിത്ത് വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് റെസോണൻസ്. റെസോണൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി ഹൈ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസോണൻസ് എന്ന് പറയുന്ന ഈ മൂന്ന് ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ.